ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെല്ലാണ്. നമ്മൾ എക്സലിൽ ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏത് ഫോമിലുള്ള ഡാറ്റയാണെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റാസ് ടെക്സ്റ്റ് ആകാം, നമ്പേഴ്സ് ആകാം, ബൂളിയൻ ആകാം, ഫോമുലാസ് ആകാം. ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫോമുലാസിൽ എന്തെങ്കിലും എററും വന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് കൊടുത്ത സമയത്ത് ടെക്സ്റ്റ് അലൈൻ ചെയ്തിട്ടുള്ളത് ലെഫ്റ്റിലോട്ടാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഓറഞ്ച് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻറ്റർ പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്ന ടെക്സ്റ്റ് ലെഫ്റ്റിലോട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഞാനൊരു നമ്പർ അസൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 50 എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 50 എങ്ങോട്ടാണ് അലൈൻ ചെയ്തിട്ടുള്ളത്? റൈറ്റ് സൈഡിലോട്ടാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ബൂളിയന് 2 ഫങ്ഷൻസ് ആണ് വരുന്നത്. അത് ട്രൂ ആകാം അല്ലെങ്കിൽ ഫാൾസ് ആകാം. ഈ ഒരു 2 റിസൾട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ട്രൂ എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഇവിടെ കൊടുത്ത് എൻട്രി നോക്കി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവുന്നുണ്ട്? ട്രൂ. അല്ലെങ്കിൽ ബൂളിയൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് അലൈൻമെൻറ്റ് എപ്പോഴും മിഡിലാണ്. ഇനി ഞാൻ നെക്സ്റ്റ് കോളത്തിൽ ഫാൾസ് ആയിട്ടുള്ള റിസൾട്ടാണ് ബൂളിയൻ ഫംഗ്ഷൻ. എനിക്ക് കിട്ടിയ ബൂളിയൻ ഫംഗ്ഷൻ എന്താണ്? ഫാൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫാൾസ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്യുക. അപ്പോഴും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫാൾസ് എന്ന് പറയുന്നത് മിഡിലായിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ടെക്സ്റ്റിൻ്റെ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ്, നമ്പറിൻ്റെ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ആണ്. ബൂളിയൻ ഫങ്ഷൻസിൻ്റെ അല്ലെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻസിൻ്റെ ഡിഫോൾട്ട് ഫങ്ഷൻ എന്താണ്? അല്ലെങ്കിൽ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് എന്തായിട്ടാണ് വരുന്നത്? മിഡിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഫോമുലാസ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോമുലാസിൽ എറർ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെയാണ് കാണിക്കുന്നത്, ഡയറക്റ്റ് ഫോമുലയാണ് കാണിക്കുന്നത്. ഞാനിവിടെ 1000 നമ്മൾ മസ്റ്റായിട്ട് ഈക്വൽ ടു ഇട്ട് കൊടുക്കണം. ഈക്വൽ ടു ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യില്ല. ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 100 എന്ന് ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 1000 എന്ന് തന്നെ കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈക്വൽ ടു എന്ന് കൊടുത്തപ്പോൾ എനിക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിട്ടാണ് റിസൾട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്? 1 എന്നുള്ളതാണ് റിസൾട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ജനറേറ്റ് ചെയ്ത റിസൾട്ട് നമ്പർ ആയതുകൊണ്ട് എങ്ങോട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്? റൈറ്റിലോട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ മറ്റൊരു ഫോമുല കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ കൊടുക്കാൻ പോകുന്ന ഫോമുല ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 0. ഓക്കെ, അതിനുശേഷം ഞാൻ എൻറ്റർ പ്രസ് ചെയ്യുന്നു. എൻറ്റർ പ്രസ് ചെയ്തപ്പോഴെന്താണ് എനിക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ജനറേറ്റ് ചെയ്ത റിസൾട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു റിസൾട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഫോമുല തെറ്റാണ്. അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത്? 1 ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ് എന്നുള്ളത്. അതായത് 1 ഡിവൈഡഡ് ബൈ 0 ഇസ് നോട്ട് ഡിഫൈൻഡ്. ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഫോമുലയിൽ എറർ ഉണ്ട്. എറർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഇൻപുട്ട് ചെയ്ത ഡാറ്റയുടെ അലൈൻമെൻറ്റ് നോക്കി നമുക്ക് ആ ഒരു ഡാറ്റ ഏത് ക്യാരക്ടറിൽ വരുന്നതാണ് എന്നുള്ളത് അനലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ടെക്സ്റ്റ് ആണോ, നമ്പർ ആണോ, ബൂളിയൻ ആണോ, ഫോമുല ആണോ, അതോ നമ്മൾ കൊടുത്ത ഫോമുലാസിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളതെല്ലാം ആ ഒരു ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് അനലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെല്ലിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഓക്കെ, താങ്ക് യു.